ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായമാണ്. ഈ 11-ാം അധ്യായത്തിൽ കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണിത്. കാനാവിലെ സംഭവവും ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമൊക്കെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. യോഹന്നാൻ യേശുവിനോട് ചേർന്ന് ആരംഭം മുതൽ ക്രൂശിലെ മരണം വരെയും കൂടുതൽ അടുത്ത് നടന്നവനും കർത്താവിനാൽ കൂടുതൽ സ്നേഹിക്കപ്പെട്ടവനുമായ ഒരു ശിഷ്യനായിരുന്നു. തന്നെയല്ല, ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുമായിരുന്നതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് കാര്യങ്ങൾ നേരിൽ കണ്ട് മനസ്സിൽ സൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടാകും. ഈ ലാസറിൻ്റെ ഭവനവുമായി യേശുവിനൊരു വലിയ ബന്ധമുണ്ടായിരുന്നു. മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ കർത്താവിന് ഏത് സമയത്തും കയറി ചെല്ലുവാനും വിശ്രമിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നൊരു ഭവനമായിരുന്നത്. ഈ ലാസർ കർത്താവിൻ്റെ 70 അറിയിപ്പുകാരിൽ ഒരാളായിരുന്നുവെന്ന് പാരമ്പര്യം അങ്ങനെ പറയുന്നുണ്ട്. അവൾ 2 സഹോദരിമാരായിരുന്നു, മാർത്തയും മറിയയും. മാർത്ത കർത്താവിൻ്റെ ആഹാര കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധയുള്ളവളായിരുന്നു. നല്ല ഒരു പാചകക്കാരിയും ആയിരുന്നിരിക്കണം. മറിയാമിന് താൽപ്പര്യം ദൈവവചനം കേൾക്കുന്നതിലും വായിക്കുന്നതിലുമൊക്കെ ആയിരുന്നു. ഇത് രണ്ടും നല്ലത് തന്നെയാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവവചനത്തിൽ കൂടുതൽ നമ്മൾ ആഴപ്പെടുന്നതാണ്. അതുകൊണ്ട് ഭക്ഷണം വെക്കുന്നത് എന്തെങ്കിലും ഒരു കുറവാണെന്നല്ല. ഒന്നും മനുഷ്യനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയാണ്. മറ്റേത് നമ്മുടെ ആത്മസംബന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ അവളുടെ സഹോദരനായിരുന്നു ഈ ലാസറിന് രോഗം ബാധിച്ചപ്പോൾ യേശു വരുവാൻ അവർ ആവശ്യപ്പെട്ടില്ല. യേശുവിനെ അവർ വിവരം അവിടെ അറിയിച്ചതേ ഉള്ളൂ. യേശു ഇതിനു മുമ്പ് പല രോഗികളെ സൗഖ്യമാക്കുന്നതൊക്കെ ഈ സഹോദരിമാർ കാണുകയും അറിയുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരുമാണല്ലോ. കർത്താവിന് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ഈ ലാസർ. നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന് പ്രിയപ്പെടുത്തവനാവരാകുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അത് ദൈവവചനം വായിക്കുന്നതിലൂടെയും ആരാധിക്കുന്നതിലൂടെയും ദൈവത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവനെ കർത്താവ് ഏറെ ഇഷ്ടപ്പെടുന്നു. ഇവിടെ ലാസറിൻ്റെ രോഗം വീഴും അറിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെന്ന്. അവൻ്റെ രോഗം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കർത്താവിൻ്റെ ഒരു വചനമാണത്. ജന്മനാ കുള്ളനായ മനുഷ്യൻ്റെ കണ്ടപ്പോൾ യേശു പറഞ്ഞത് ദൈവനാമം അവനിലൂടെ മഹത്വപ്പെടുവാനാണ്. മനുഷ്യന് ദോഷമെന്ന് തോന്നുന്ന അല്ലെ അത്യാഹിതമെന്ന് തോന്നുന്ന പലതിനും ദൈവനാമ മഹത്വത്തിനായിട്ട് പലപ്പോഴും സംഭവിക്കാറുണ്ട്. എന്നാൽ ഈ രോഗം മരണത്തിനായിട്ടല്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾക്ക് വിപരീതമായി ലാസർ അവിടെ മരിച്ചു. എന്നാൽ ആ മരണം അവനെ ലോക ചരിത്രത്തിൽ എന്നും അറിയപ്പെടത്തക്കവണ്ണം അവനെ ഉറപ്പിക്കുവാനുള്ള ഒരു ഉറക്കം മാത്രമാണെന്ന് കർത്താവ് പറഞ്ഞു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ ഉടനെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിവരം അറിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവ് അവളുടെ ഭവനത്തിലേക്ക് പിന്നീട് ചെല്ലുന്നത്, ബഥാനിയയിലേക്ക്. നമ്മളും പലപ്പോഴും ദൈവത്തോട് പല കാര്യങ്ങളും അപേക്ഷിച്ചിട്ട് താമസിക്കുമ്പോൾ നമുക്ക് വളരെ നിരാശയും ദുഃഖവും ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റേതായ സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ്.
അനേക ആളുകൾ യേശു അല്ലെങ്കിൽ ഈ മഹത്വം കാണുവാനൊക്കെ ഇടയാകണം എന്നുള്ള ഒരിതിലായിരിക്കാം കർത്താവ് 2 ദിവസം അവിടെ താമസിക്കുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ളത് ലോകചരിത്രത്തിൽ എന്നും സ്മരിക്കുന്നതായ ഒരു സംഭവമാണ്. അപ്പോൾ അത് ലാസറും അവൻ്റെ ഭവനത്തിലുള്ളവരും മാത്രം കാണേണ്ടതല്ല. അപ്പം അതുകൊണ്ട് ആളുകൾ യഹൂദന്മാരുടെ വീട്ടിൽ മരണം നടന്നാൽ 3-4 ദിവസം മറ്റാളുകളൊക്കെ അവിടെ ഇരുന്നവരെ ആശ്വസിപ്പിക്കും. അപ്പോൾ ആ ജനമൊക്കെ കാണുവാൻ അത് കാരണമായിട്ട് തീർന്നു. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, അപ്പോൾ കർത്താവ് വീണ്ടും യഹൂദിയയിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ പേടിച്ചുപോയി. കാരണം അവൻ അവിടെ നിന്ന് അല്പസമയം മാറി നിൽക്കുകയാണ്. അവിടെ ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ പിടിക്കുവാനും വധിക്കുവാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പകലിന് 12 മണിക്കൂറില്ലയോ? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആ പകലിന് 12 മണിക്കൂറില്ലയോ എന്ന ആ ചോദ്യത്തിന് 2-3 അർത്ഥങ്ങളുണ്ടെന്ന്. പകൽ അവസാനിക്കുന്നതിന് മുൻപ് അതിനെ അവസാനിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ആരെല്ലാം ശ്രമിച്ചാലും സമയം അതിൻ്റെ സമയത്ത് മാത്രം നീങ്ങിക്കൊണ്ടിരിക്കും. ആ സമയത്ത് എന്ത് സംഭവിക്കട്ടെ, അത് നമ്മൾ പ്രവർത്തിച്ചിട്ടേ മതിയാവുകയുള്ളൂ. രണ്ടാമത്, ദിവസത്തിൻ്റെ സമയം കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആർക്കും സാധ്യമല്ല. ആയതുപോലെ നമ്മുടെ ആയുസ്സിൻ്റെ കാര്യത്തിലും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം സൂര്യൻ ഉദിക്കും അസ്തമിക്കുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. മൂന്നാമത് നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് 12 മണിക്കൂറേ ഉള്ളൂ എന്ന സത്യം നമ്മൾ മറക്കരുത്. അത് നീട്ടുവാനും കുറയ്ക്കുവാനും ഒന്നും നമുക്ക് ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് സമയം പാഴാക്കാതെ ഉള്ള സമയം പ്രവർത്തനനിരതമായി പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി കർത്താവ് പറഞ്ഞു 11-12 വാക്യങ്ങളിൽ ലാസർ ഉറങ്ങുകയാണ്. പക്ഷെ ആളുകൾ ഇത് ഒരു ആശ്ചര്യമായി മാത്രമേ അതിനെ കാണുന്നുള്ളൂ. പക്ഷെ മരണമാകുന്ന ഒരു ഉറക്കത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം കർത്താവ് പറയുന്ന പല കാര്യങ്ങളും പലർക്കും ആ സമയത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. നിക്കോദിമോസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. അവന് മനസ്സിലായില്ല. അവൻ ചോദിച്ചു, വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കിടന്നൊരാൾക്ക് ജനിക്കാൻ പറ്റുമോ? ശമരിയ സ്ത്രീയോട് യേശു പറഞ്ഞു, ഞാൻ ജീവൻ്റെ ജലത്തെക്കുറിച്ച്. അപ്പോൾ അവൾ വിചാരിച്ചു, ഇനി വെള്ളം കോരാൻ വരാതെ എപ്പോഴും എനിക്ക് വെള്ളം കിട്ടിയാൽ നന്നായിരുന്നുവെന്ന്. അപ്പോൾ നമുക്ക് പലപ്പോഴും കർത്താവിൻ്റെ വാക്കുകളുടെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അനുഭവങ്ങളിലൂടെയൊക്കെയാണ് നമുക്കത് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് 1 തെസ്സലോനിക്കർ 4:13 മുതലുള്ള വാക്യങ്ങളിലും പൗലോസ് ശ്ലീഹ പറയുന്നു, നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്നവർ ഉറങ്ങുന്ന അവസ്ഥയിലാണ്. ഉറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണരുമെന്നുള്ളതിന് ഒരു വലിയ വാഗ്ദത്തമാണത്. അപ്പം മരണത്തെ ആ രീതിയിലാണ് പിന്നീട് കർത്താവ് കാണുന്നത്. അപ്പോൾ മരണത്തെ ഉറക്കം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് കർത്താവാണ് ആദ്യം, അല്ല അങ്ങനെ പറഞ്ഞത്. അപ്പം കർത്താവ് വീണ്ടും യെരുശലേമിലേക്ക് പോകാൻ വന്നപ്പം ശിഷ്യന്മാർ ഭയപ്പെട്ടെങ്കിലും തോമാസ് ശ്ലീഹ ധൈര്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് അവൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ അവൻ്റെ കൂടെ പോയി മരിക്കണമെങ്കിൽ നമുക്കും അവൻ്റെ കൂടെ പോകാമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥം യേശുവിനെ വിട്ട ഒരു നിലപാട് ഞങ്ങൾക്കില്ല. അതാണ് ഏറ്റവും വലിയ ധൈര്യമെന്ന് പറയുന്നത്. ഈ ധൈര്യമാണ് രക്തസാക്ഷികളായിരുന്നവരെ കൊലമരത്തിലേക്കും സിംഹക്കുഴിയിലേക്കുമൊക്കെ ആകർഷിച്ചത്. നമുക്ക് യേശു അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നു. ആ ഗ്രാമത്തോട് അടുക്കാറായപ്പോൾ മാർത്ത ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അവർക്ക് യേശുവിലുള്ളതായ വിശ്വാസം, യേശു ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് നേരിൽ കാണാൻ സാധിച്ചിട്ടുള്ളവരാണല്ലോ.
അതുകൊണ്ടാണ് അവർക്ക് അത്രമാത്രം വിശ്വാസം ഉണ്ടാകാൻ കാരണമെന്ന് നമുക്ക് വിശ്വസിക്കാം. താനാണ് ഉയർപ്പും ജീവനും എന്ന പ്രഖ്യാപനം പൂർണ്ണമായി വിശ്വസിച്ച മാർത്ത അവൾ പറയുന്നുണ്ട്, അങ്ങാണ് ലോകത്തിലേക്ക് വരുന്ന ദൈവപുത്രനായ മെസ്സിഹ. അന്നത്തെ പണ്ഡിതന്മാർക്കും ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും കാണാൻ സാധിക്കാത്ത സത്യം മാർത്ത അവിടെ വിളിച്ചു പറയുന്നുണ്ട്. അവള് യേശുവിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ സഹോദരിയെ വിവരം അറിയിക്കുന്നു. ഗുരു വന്നിട്ടുണ്ട്, അദ്ദേഹം നിന്നെ വിളിക്കുന്നു. കർത്താവ് മറിയാമിനെ വിളിച്ചു ആശ്വസിപ്പിക്കുവാൻ. ഹൃദയം തകർന്നവർക്ക് അവൻ സമീപസ്ഥനാണ്. കർത്താവ് ഇങ്ങനെ പലരെയും വിളിച്ചിട്ടുണ്ട്. ആദാമിനെ ദൈവം വിളിച്ചു. ആ വിളിയായിരുന്നു അവന് പാപബോധം വരാൻ കാരണമായ, ആദമേ നീ എവിടെ? ദൈവം അബ്രാഹാമിനെ വിളിച്ചു, ആയിരുന്ന അവസ്ഥയിൽ നിന്ന് വേർപെടുവാനും വാഗ്ദത്ത പിതാവാകുവാനും അങ്ങനെ അവകാശിയാകുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ വിളിയായിരുന്നു അബ്രാഹാമിന് കിട്ടിയത്. ദൈവം മോശയെ വിളിച്ചു, ഇത് തൻ്റെ ഹിതം നടപ്പിലാക്കുവാൻ. ദൈവം നോഹയെ വിളിച്ചു, ഒരു മനുഷ്യ ശേഷിപ്പ് ഭൂമിയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ദൈവം പരിശുദ്ധ അമ്മയെ വിളിച്ചു, ലോകത്തൊരിക്കലും സംഭവിക്കാത്ത രീതിയിൽ കന്യകാ പ്രസവത്തിന് വേണ്ടിയിട്ട്. കർത്താവ് സ്ത്രീഹന്മാരെ വിളിച്ചു, തൻ്റെ കൂടെ ഇരിപ്പാനും താൻ ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യുവാനും. കർത്താവ് പൗലോസിനെ വിളിച്ചു, തൻ്റെ നാമം വഹിക്കുവാൻ. ഇങ്ങനെ ദൈവത്തിൻ്റെ വിളി കാലാകാലങ്ങളിൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ രോഗങ്ങളിലൂടെയും കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയൊക്കെ അനുഭവങ്ങളിലൂടെ ആവാം ദൈവവിളിയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുവാൻ കാരണമാകുന്നത്. അതുകൊണ്ട് ഓരോ അനുഭവത്തെയും ദൈവവുമായുള്ള ബന്ധത്തിൽ വിലയിരുത്താൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അപ്പോൾ മറിയാം പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളും അവിടെ പിന്നാലെ പോയി. അവൾ കല്ലറയ്ക്ക് കരയാൻ പോയതാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരവിടെ പിന്നാലെ ചെന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അവനെ എവിടെ സംസ്കരിച്ചു? കർത്താവിനത് അറിയാൻ മേലാഞ്ഞിട്ടല്ല, സാധാരണ മനുഷ്യനെന്ന രീതിയിൽ കർത്താവ് അതവിടെ അവരോട് ചോദിക്കുന്നു. അവിടെ ചെല്ലുന്നു. നമ്മളിവിടെ വായിക്കുന്നുണ്ട്, അവരൊക്കെ കരയുന്നത് കണ്ടപ്പോൾ യേശുവും കണ്ണുനീർ വാർത്തു. കർത്താവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ദുഃഖിക്കുന്നവരോട് ചേർന്ന് ദുഃഖിക്കുക. കർത്താവ് കരഞ്ഞ രണ്ട് സന്ദർഭങ്ങൾ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന്, തൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ മരണഭവനം ആണെങ്കിൽ. രണ്ട്, യെരുശലേമിനെ നോക്കി കർത്താവ് കരഞ്ഞു, ദേവാലയത്തെ നോക്കി കർത്താവ് കരഞ്ഞു. പിന്നീട് കർത്താവ് അവിടെ ചെന്നു. സഹോദരന്മാർ പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞു, അപ്പോൾ ദുർഗന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ കർത്താവ് അവിടെ ചെന്നിട്ട് ലാസറിയെ പുറത്തു വരിക എന്നുള്ള ആജ്ഞ. സംസ്കരിക്കപ്പെട്ടവൻ ആ കെട്ടുകളോടുകൂടി പുറത്തു വന്നു എന്നുള്ളത് ആ ആൾ തന്നെയാണ്, മറ്റൊരാളെ അല്ല കർത്താവ് ഉറപ്പിച്ചത് എന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. യായിറോസിൻ്റെ ഭവനത്തിൽ വെച്ച് കർത്താവ് പറഞ്ഞ പോലെ അവൾ പറഞ്ഞു, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് കൽപ്പിച്ചു. ദൈവം മഹത്വം കാണാനുള്ള മാർഗം വിശ്വാസമാണെന്ന് വളരെ വ്യക്തം. ദൈവത്തെ അറിയുവാനും ദൈവമഹത്വത്തിൽ ജീവിക്കുവാനും അത് കാണുവാനും ഒക്കെയുള്ള ഭാഗ്യം വിശ്വാസികൾക്ക് മാത്രമാണ് ലഭ്യമാകുന്ന, വിശ്വാസമാകുന്ന കണ്ണുകളിലൂടെയാണ് നമുക്കത് കാണേണ്ടത്. കർത്താവ് ലാസറിന് പറഞ്ഞു, ലാസറെ നീ പുറത്തു വരിക. അധികാരസ്വരത്തിലുള്ളതായ ആജ്ഞയാണത്.
എല്ലാവരും അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നതിൻ്റെ ഒരു മുൻകുറിയായി കർത്താവ് ഇത് ലാസറിനെ അവിടെ ചെയ്യുകയാണ്. പക്ഷെ ലാസറിന് ലഭിക്കുന്നത് ശാരീരിക ജീവനാണ്. ലാസർ വീണ്ടും പിന്നീട് മരിച്ച് സംസ്കരിക്കപ്പെട്ടു. പക്ഷേ വാങ്ങിപ്പോകുന്നവർക്ക് ലഭിക്കുന്നത് അവരെ ആ നിത്യജീവനിലേക്കുള്ള വിളിയാണ് അവർക്ക് പിന്നീട് ഇത് ലഭ്യമാവുക. ലാസറിൻ്റെ ആ ഭവനത്തിലെ ആ സംഭവം ലോകചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തുവാനും യേശുവിൽ വിശ്വസിക്കുവാനും അത് കാരണമായിട്ട് അത് തീരുന്നുണ്ട്. 45 മുതലുള്ള വാക്യങ്ങളിൽ യേശുതമ്പുരാൻ ഈ പ്രവർത്തിച്ചതൊക്കെ കേട്ട യഹൂദന്മാർ എത്രയും പെട്ടെന്ന് അവനെ വധിക്കണമെന്ന് ആലോചിക്കുകയാണ്. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. യേശുവിനെ അവർ വെറുക്കുന്നു. അവനിലൂടെ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നു. ആ കാലത്തെ കയ്യാപ്പ പ്രധാന പുരോഹിതനായിരുന്നു. അദ്ദേഹം ഒരു പ്രവചനം അവിടെ നടത്തുന്നു. അദ്ദേഹം അങ്ങനെ പ്രവചിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞ ആ വാക്ക് അതൊരു പ്രവചനമായിട്ട് മാറി. മുഴുവൻ ജനവും അത് നശിക്കാതിരിക്കാൻ വേണ്ടി ഒരുവൻ അവർക്ക് വേണ്ടി മരിക്കുന്നത് നല്ലതാണെന്ന്. അത് വാസ്തവത്തിൽ ഒരു പ്രവചനം പോലെ കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ലോകത്തിലുള്ള മനുഷ്യവർഗം മുഴുവൻ രക്ഷപ്പെടാൻ വേണ്ടി കർത്താവ് ക്രൂശിൽ മരിക്കേണ്ടി വരുന്നു. ചില സന്ദർഭങ്ങളിൽ ദുഷ്ടന്മാരായ ആളുകളിലൂടെയും അവരുടെ വാക്കുകളിലൂടെയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതൊക്കെ അവരും അവരുടെ വാക്കുകളിലൂടെയൊക്കെ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതല്ല. ആ ഉദ്ദേശത്തിലല്ല കയ്യാപ്പ പറയുന്നതെങ്കിലും പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ അത് യഥാർത്ഥമായി അവിടെ സംഭവിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഈ 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ ആ ഉയർപ്പാണ്. ഞാനും നിങ്ങളും എല്ലാം ഈ ഭൂമിയിൽ നിന്ന് മരിക്കേണ്ടവരും പിന്നെ കർത്താവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേൽക്കേണ്ടവരുമാണ്. ആ പുനരുത്ഥാനത്തിനു വേണ്ടി അത് നമ്മിൽ സംഭവിക്കണമെങ്കിൽ ക്രിസ്തുവിലുള്ള നമ്മുടെ ആഴമേറിയ വിശ്വാസത്തിലാണ് നമ്മൾ ഇത് മരിക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരണം ആസ്വദിക്കുകയില്ല. ഇതിനെപ്പറ്റി പിന്നീട് പൗലോസ്ലീഹ വളരെ വിശദമായി മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളൊക്കെ പല ഭാഗങ്ങളായിട്ട് പറയുന്നുണ്ടല്ലോ. പിന്നീട് നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാം. മരണാവസ്ഥ എന്താണ്, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാവുന്നതാണ്. പിന്നത്തെ ഈ ദിവസം ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കാനിടയായിട്ട് തീരട്ടെ. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം മരിച്ചവരെ പോലും ഉറപ്പിക്കുവാൻ അതേ മുഖാന്തരമായി ഭവിക്കുന്നു. അപ്പോൾ ആ ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഈ പകൽക്കാലം ജീവിപ്പാൻ നമുക്കിടയായി തീരട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.